ഇപ്പോൾ ബാലാവകാശ കമ്മീഷൻ ചെയർമാൻ ശ്രീ മനോജ് കുമാർ കൂടി ടെലിഫോൺ ലൈനിലുണ്ട്. ശ്രീ മനോജ് കുമാർ, ഏറെ ഞെട്ടലുണ്ടാക്കുന്നത് ഒരു വാർത്ത ശിശുക്ഷേമ സമിതിയിൽ നിന്ന് വരികയാണ്. 2.5 വയസ്സുള്ള പെൺകുഞ്ഞ് കിടക്കയിൽ മൂത്രമൊഴിച്ചതിന് ജനനേന്ദ്രിയത്തിൽ മുറിവേൽപ്പിച്ചത് 3 ആയമാർ ചേർന്നാണ്. ഈ 3 ആയമാർക്കെതിരെയും ഇപ്പോൾ പോക്സോ കേസ് ചുമത്തിയിരിക്കുന്നു. ഈ ഏറ്റവും നന്നായി കുഞ്ഞുങ്ങളെ നോക്കേണ്ട ഒരിടത്ത് അവിടെ കുഞ്ഞുങ്ങൾക്ക് സംഭവിക്കുന്നത് ഇതാണെങ്കിൽ പിന്നെ നമ്മൾ എന്താണ് പ്രതീക്ഷിക്കേണ്ടത്? വളരെ ഗൗരവത്തോടു കൂടി തന്നെയാണ് കമ്മീഷൻ ഈ വിഷയത്തെ സമീപിക്കുന്നത്. ഞാൻ ഇപ്പോഴ് ഈ വാർത്ത കേട്ട ഉടൻ തന്നെ ശിശുക്ഷേമ സമിതി ജനറൽ സെക്രട്ടറിയെ വിളിച്ചിരുന്നു. ആവശ്യമായ നടപടികൾ അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട്. വളരെ കൃത്യമായിട്ട് തന്നെ അവർക്കെതിരായ നടപടിയും സ്വീകരിച്ചിട്ടുണ്ട്. പക്ഷേ എങ്കിൽ പോലും നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഇത്തരം ആളുകളൊന്നും തന്നെ ശിശുക്ഷേമവുമായി ബന്ധപ്പെട്ട ഒരു സ്ഥാനത്തും ഇരിക്കാൻ യോഗ്യരല്ല എന്നുള്ളതാണ്. അത് വളരെ ഗൗരവത്തോടു കൂടെ കാണേണ്ട ഒരു വിഷയം തന്നെയാണ്. കാരണം ആരോരുമില്ലാത്ത കുട്ടികളാണ്. അത്തരം കുട്ടികളെ ക്രൂരത കാണിക്കുന്നത് ഒരു തരത്തിലും വെച്ചു പൊറുപ്പിക്കാൻ കഴിയുന്ന ഒന്നല്ല എന്ന് തന്നെയാണ് കമ്മീഷൻ കാണുന്നത്. ഇതിലിപ്പോൾ ഈ ആയമാർ മാത്രമാണോ ഇതിൽ കുറ്റക്കാർ? ശ്രീ മനോജ് കുമാർ, ഇത്തരം ഇടങ്ങളിൽ ജോലിക്കെടുക്കുന്നവർക്ക് വേണ്ട അടിസ്ഥാന യോഗ്യത പോലും ഇവർക്കില്ല എന്നുള്ളതല്ലേ? അപ്പോൾ ഇങ്ങനെയുള്ളവരൊക്കെ നിയമിച്ചവർക്ക് ഇതിൽ ഉത്തരവാദിത്തമില്ലേ? അത് കൂടെ നമുക്ക് പരിശോധിക്കും. നമ്മൾ എന്തായാലും ഈ കാര്യങ്ങൾ കൂടെ പരിശോധിക്കും. ഇത്തരം യോഗ്യത ഉള്ള ആളുകൾ തന്നെയാണോ പ്രവർത്തിച്ചു വരുന്നത് എന്ന കാര്യം കൂടെ നമുക്ക് പരിശോധിക്കാം. വളരെ നന്ദി ശ്രീ മനോജ് കുമാർ പ്രതികരിച്ചതിന്. ശിശുക്ഷേമ സമിതിയിൽ നിന്നാണ് ഏറെ ഞെട്ടലുണ്ടാക്കുന്ന ഒരു വാർത്ത പുറത്തു വന്നത്. 2.5 വയസ്സുള്ള പെൺകുഞ്ഞ് കിടക്കയിൽ മൂത്രമൊഴിച്ചതിന് ആ കുഞ്ഞിന്റെ ജനനേന്ദ്രിയത്തിൽ മുറിവേൽപ്പിച്ചത് 3 ആയമാരാണ്. ആയമാർ പിന്നീട് ഇത് മറച്ചുവെച്ചു. ഉപദ്രവം നടത്തിയതിനു ശേഷം അത് മറച്ചുവെച്ചു. അത് പുറത്താകുമെന്ന് അറിഞ്ഞ ഘട്ടത്തിൽ ഒടുവിൽ അത് ഇത്തരം കാര്യങ്ങൾ പുറത്തേക്ക് വരിക, അത് ശിശുക്ഷേമ സമിതി ജനറൽ സെക്രട്ടറി പരാതി നൽകുകയായിരുന്നു. 3 പേർക്കെതിരെയും ഇപ്പോൾ പോക്സോ കേസ് ചുമത്തിയിട്ടുണ്ട്. അജിത, മഹേശ്വരി, സിന്ധു എന്നീ ആയമാരാണ് അറസ്റ്റിലായത്. കുട്ടിക്ക് ചികിത്സ നൽകിയിട്ടുണ്ട്. ഇത് വളരെ ഗുരുതരമായി കാണേണ്ട ഒരു കാര്യമാണ് എന്നതാണ്. ഇപ്പോൾ ബാലാവകാശ കമ്മീഷൻ ഈ വിഷയത്തിൽ ഇടപെട്ടിട്ടുണ്ട്. അവർ വിശദീകരണം ആവശ്യപ്പെട്ടിട്ടുണ്ട് എന്നതാണ് 24-നോട് പറഞ്ഞത്. ഇതിൽ അടിസ്ഥാനപരമായ യോഗ്യത പോലും ഇല്ലാത്ത ആയമാർ ഈ കുഞ്ഞുങ്ങളെ നോക്കാനെത്തുന്നു എന്നുള്ളത് വളരെ ഗൗരവത്തിൽ കാണേണ്ടതാണ് എന്നതാണ് ബാലാവകാശ കമ്മീഷൻ പറഞ്ഞത്. ഇങ്ങനെയുള്ളവരെ ഏത് സാഹചര്യത്തിലാണ് ഇവിടെ ജോലിക്ക് നിയോഗിക്കുന്നത് എന്നതിൽ അതിൽ നിയോഗിച്ച ആളുകൾക്കും അതിന്റെ ഉത്തരവാദിത്തത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ കഴിയില്ല എന്നത് കൂടി ബാലാവകാശ കമ്മീഷൻ ചെയർമാൻ വ്യക്തമാക്കുന്നു.